ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഐഷുവിൻ്റെ ചെക്കപ്പിന് വേണ്ടി രാജുവും ഋതികയും പ്രിയയും എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണ്. ആ സമയത്ത് പ്രതാപനും ശേഖരനും ഡോക്ടറെ കണ്ടുകൊണ്ട് പുറത്തോട്ട് വരുവാണ്. ശേഖരൻ ഋതികയും രാജുവിനെയൊക്കെ കാണുന്നുണ്ട്. ചേട്ടാ അങ്ങോട്ട് നോക്കിക്കേ, ദാണ്ടെ ഋതുമോളും രാജു. പ്രതാപൻ നോക്കുമ്പോൾ രാജുവും ഋതികയും പ്രിയയും ഐഷു എല്ലാവരും കൂടെ അവിടെ നിൽക്കുവാണ്. ദൈവമേ, അവരുടെ കണ്ണിൽ ഞാൻ പെടുവല്ലോ, ഇനി എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് എങ്ങോട്ട് മാറി നിൽക്കാനും പറ്റുന്നില്ല. പെട്ടെന്ന് ഋതിക പ്രതാപനെ കാണുന്നുണ്ട്. രാജു, ദോണ്ട അച്ഛൻ. അവരെല്ലാവരും പ്രതാപനെ നോക്കുവാണ്. ചെറിയച്ഛനും കൂടെ ഉണ്ടല്ലോ, വാ രാജു, നമുക്ക് അങ്ങോട്ട് പോകാം. പ്രതാപൻ ഋതിയോട് ചോദിക്കുന്നത്, അല്ല നിങ്ങളെന്താ ഇവിടെ? അത് ഞങ്ങൾ ഐഷുവിനെ ചെക്കപ്പിന് കൊണ്ടുവന്നതാ. ഉടനെ രാജു ചോദിക്കുന്നത്, സാറെന്താ ഇവിടെ? പെട്ടെന്ന് ശേഖരനൊന്ന് ഞെട്ടുന്നു, എന്തു പറയണം. അതുപോലെ തന്നെ പ്രതാപനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയുന്നു, ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. നിങ്ങളിന്ന് കോടതിയിൽ പോകുന്നില്ലേ? ഇന്നാണല്ലോ CIA വിസ്തരിക്കുന്നത്. ഇല്ല സാർ, പോകുന്നില്ല എന്നിങ്ങനെ രാജു പറയുമ്പോൾ, എന്നാൽ ശരി വാ ശേഖര എന്നും പറഞ്ഞ് പ്രതാപനും ശേഖരനും അവിടുന്ന് പോവുകയാണ്. ഋതിയോട് രാജീവ് പറയുന്നു, ഋതു ഇവരെയും കുട്ടി ഡോക്ടറെ കാണാനായിട്ട് പോകും. അങ്ങനെ പ്രിയയും ഋതുവും ഐഷുവും കൂടെ ഡോക്ടറെ കാണാനായിട്ട് അകത്തോട്ട് പോവാണ്. രാജു പുറത്ത് നിൽക്കുക. രാജുവിന് എന്തൊക്കെയോ സംശയം. ആ സംശയം പ്രതാപനുമുണ്ട്. ഇവൻ എന്തോ മനസ്സിലാക്കിയോ എന്നുള്ള സംശയത്തിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ പ്രതാപൻ പോകുന്ന കൂട്ടത്തിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്. രാജു ഇങ്ങനെ പ്രതാപനെ തന്നെ നോക്കി അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം കോടതിയിൽ CI ചന്ദ്രഭാനുവിനെ വിസ്തരിക്കുന്നുണ്ട്. തല കുനിഞ്ഞു നിൽക്കുന്ന CIയെ നോക്കി ജഡ്ജി പറയുന്നുണ്ട്, താങ്കൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് അവസാനമായി താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജഡ്ജി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് CI ചന്ദ്രഭാനു പറയുന്നു, ഒരു പിടികിട്ടാ പുള്ളിയാണ് ആ ജഗന്നാഥ വർമ്മയെന്ന് കരുതിയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എന്നോട് മാപ്പാക്കണം. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് പിന്നെ ആരുമില്ല. ജഡ്ജി പറയുക, ഈ കേസിലെ തെളിവുകൾ, സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് കൂടാതെ ഈ കോടതിയുടെ മുമ്പാകെ നടന്ന വിശദമായ വിസ്താരം, ഇതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഈ കാര്യത്തിൽ കോടതിക്ക് യാതൊരു സംശയവും ശേഷിക്കുന്നില്ല. അതിനാൽ പ്രതി തൻ്റെ ഔദ്യോഗിക പദവികൾ ദുർവിനിയോഗം ചെയ്തതായി, കൊലപാതകം നടത്തിയതായും കോടതിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. നിയമത്തിൻ്റെ രക്ഷകനാകേണ്ട ഒരാൾ തന്നെ നിയമം കയ്യിലെടുത്തത് അത്യന്തം ഗുരുതരമായ കുറ്റകൃത്യം തന്നെ. അതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം പ്രതി ചന്ദ്രബാബു രാമചന്ദ്രനെ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. ഈ സമയം കോടതിക്ക് പുറത്ത് അനന്തംപിള്ളയും അംബികയും അവിടെ നിൽക്കുക. അനന്തംപിള്ള അംബികയോട് പറയുക, ആ CIയെ കൊണ്ട് പോലീസ് പോകുമ്പോഴേ അംബിക മുന്നിലെങ്ങും പ്രത്യക്ഷപ്പെടണ്ട. പലരും അത് സംശയിക്കും. ഇവിടെ ഞാൻ ഡീല് ചെയ്തോളാം. അതുകൊണ്ട് അംബിക പോയി ആ കാറിലിരിക്കും. അത് കേട്ടിട്ട് അംബിക പോയി ഇങ്ങനെ കാറിലിരിക്കുവാണ്. ചന്ദ്രഭാനുവിനെയും കൊണ്ട് പോലീസുകാർ വരുമ്പോൾ അനന്തംപിള്ള പറയുക, അംബിക കാറിലുണ്ട്, കാണണ്ടാന്ന് ഞാനാ പറഞ്ഞത്. എടോ, താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എൻ്റെ പ്ലാനിങ് എല്ലാം ഓക്കെ ആയാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ പുറത്തിറക്കും. ജയിലിൽ തനിക്ക് VIP പരിഗണന കിട്ടും. എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അംബിക പറഞ്ഞ പണം മുടങ്ങാതെ തൻ്റെ വീട്ടിലോ അക്കൗണ്ടിലോ എത്തിയിരിക്കും. എന്നിട്ട് അനന്തംപിള്ള ഒരു അഹങ്കാരത്തോടെ ചിരിച്ചിട്ട് ധൈര്യത്തോടെ പറയാ, അടുത്ത മന്ത്രിസഭ എൻ്റെതാ, താൻ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ചന്ദ്രഭാനു കാറിലോട്ട് അംബികയെ നോക്കുമ്പോൾ അംബിക ഡോറൊക്കെ അങ്ങോട്ട് തുറന്ന് വലിയ ഗമയിലൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതമ്മയെ പോലൊരു നോട്ടം, കൈകൊണ്ടിങ്ങനെ സക്സസ് എന്നും കാണിക്കുന്നുണ്ട്. ചന്ദ്രഭാനുവും അംബിക ഇങ്ങനെ നോക്കുക, നിൻ്റെ സക്സസും പോസും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നീ വാക്ക് പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാവടി എന്നുള്ള ഭാവത്തിലാണ് ചന്ദ്രഭാനുവിൻ്റെ നോട്ടം. ഈ സമയം ശേഖരനും പ്രതാപനും കാറിൽ പോയിക്കൊണ്ടിരിക്കുക. പ്രതാപനും ശേഖരനും വലിയ ചിന്തയിലാണ്. ശേഖരൻ പറയാം, ചേട്ടാ ഈ സമയത്ത് രാജുവിനെ ഒഴിവാക്കി എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത് എന്താണെന്ന് രാജു സംശയിക്കും. അതുകൊണ്ട് അവനോട് ഇനിയെങ്കിലും ഉള്ള സത്യം തുറന്നു പറയുന്നതാണ് നല്ലത്. അവൻ വിഷമിക്കുമെന്ന് കരുതി ചേട്ടൻ പറയാതിരിക്കുന്നത് ശരിയല്ല. ഇതാണ് ചേട്ടാ എൻ്റെ ഒരു അഭിപ്രായം. വരട്ടെ ശേഖര, നമുക്ക് നോക്കാം. അനന്തംപിള്ളയെ ആഗ്രഹിക്കുന്നത് എൻ്റെ മന്ത്രിസ്ഥാനമോ മറ്റു പദവികളോ ഒന്നുമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ നാശവും പിന്നെ എൻ്റെ ജീവനും. പിന്നെ അയാളുടെ ഒരു മോഹം. ചേട്ടാ, ഇതിലും വലിയ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് അനന്തംപിള്ളയോട് പോകാൻ പറയേട്ടാ. എടാ ശേഖര, അവൻ അത്ര നിസ്സാരക്കാരനല്ല. ചേട്ടൻ എന്തിനാ ഇങ്ങനെ അയാളെ പേടിക്കുന്നത്? ആരെയും ഒരു ശക്തിയും പേടിക്കാത്ത എൻ്റെ ചേട്ടൻ. അതല്ല ശേഖര, അവൻ എന്നോടുള്ള ശത്രുത നമ്മുടെ ചേച്ചിയോട് തീർക്കുമോന്നാ എൻ്റെ പേടി. ചേച്ചിയുടെ ജീവൻ പോലും അപകടത്തിലാ.
എൻ്റെ ചേട്ടാ, ചേട്ടൻ എന്തൊക്കെ ഈ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നത്? ഓപ്പറേഷൻ ചെയ്താലും ജീവിക്കുമോ മരിക്കുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ശേഖര. അതിനൊക്കെ പകുതി ചാൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശത്രുവിനെ തളച്ച് മരിക്കുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ കൂടപ്പിറപ്പുകൾക്കും മകൾക്കും മറ്റു ബന്ധുക്കൾക്കും അങ്ങനെ സ്വസ്ഥതയായിട്ട് ജീവിക്കാമല്ലോ. എന്താ ഇത്? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അംബികയും മകനും കൂടി അനന്തമ്പിള്ളയുടെ വീട്ടിലോട്ട് വരുവാണ്. അനന്തമ്പിള്ളയുടെ അനുയായികളൊക്കെ വാതക്കലിങ്ങനെ കൂടി നിൽക്കുവാണ്. അനന്തമ്പിള്ള അകത്ത് തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ അംബിക ചോദിക്കുമ്പോൾ അവരും വലിയ റെസ്പെക്റ്റോടെ ഉണ്ട് മാഡം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അംബികയും മകനും അനന്തമ്പിള്ളയുടെ റൂമിനകത്തോട്ട് വരുവാണ്. അനന്തമ്പിള്ള 32 പല്ലും വെളിയിൽ കാണിച്ച് ചിരിച്ചോണ്ട് വരൂ വരൂ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. അവരങ്ങനെ അകത്തോട്ട് കയറിയതും അനന്തമ്പിള്ള പെട്ടെന്ന് ഡോറിൻ്റെ കുറ്റി അങ്ങിടുന്നുണ്ട്. എന്നിട്ട് അനന്തമ്പിള്ള അംബികയോട് പറയുന്നു, ചില കാര്യങ്ങൾ പറയാനും ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയുമാണ് ഞാൻ നിങ്ങളോട് 2 പേരോടും വരാൻ പറഞ്ഞത്. അയ്യോ എന്താ അനന്തമ്പിള്ള? അതൊക്കെ പറയാം, വരൂ. ഇവിടെ ഉള്ളവന്മാരല്ല എൻ്റെ വിശ്വസ്തന്മാരാ. എന്നാലും ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറയ്ക്കും. പെട്ടെന്ന് ആർക്കെങ്കിലും നമ്മളെ ഒന്ന് ചതിക്കണമെന്ന് തോന്നിയാലോ? അതുകൊണ്ട് ആ ചതിക്ക് നമ്മൾ നിന്നുകൊടുക്കണോ? മറ്റുള്ളവർക്കുള്ള കുഴി തോണ്ടുന്ന നമ്മൾ കണ്ടവര് കുഴിക്കേണ്ട കുഴിയിൽ പോയി വീഴേണ്ട കാര്യമില്ലല്ലോ. ഈ ആദിവാസികൾക്ക് വേണ്ടി പ്രതാപവർമ്മ എല്ലാ വർഷവും ഒരു സഹായം കൊടുക്കാറില്ലേ, വലിയ ഒരു ഫംഗ്ഷനോടുകൂടി? അംബിക പറയുക, ഉണ്ട്, അത് 2-3 വർഷമായിട്ട് വലിയ ഫംഗ്ഷനൊന്നുമില്ല. മന്നവനൂരിലെ മലദേവതമാരുടെ ഒരു ചെറിയ അമ്പലമുണ്ട്. കുംഭമാസത്തിലെ കാർത്തികയ്ക്ക അവരുടെ ഉത്സവം. ആ ഉത്സവം തുടങ്ങുന്ന ദിവസം ആ ചടങ്ങ് നടക്കുന്നത്. അതിന് അംബികയെ ഞാൻ ഈ ചടങ്ങ് കേട്ടിട്ടുള്ളതല്ലാതെ ഈ ചടങ്ങിനെ കുറിച്ച് കൂടുതൽ അറിവൊന്നും എനിക്കില്ല. എങ്ങനെയാ അംബിക ഈ ചടങ്ങൊക്കെ നടക്കുന്നത്? ഇത് മഹാദേവവർമ്മ സാർ തുടങ്ങി വെച്ചിരുന്ന ഒരു ചടങ്ങാണ്. ആദിവാസികളുടെ കുട്ടികൾക്കായി അവരുടെ പഠനത്തിനു വേണ്ടി ഒരു വലിയ തുക പ്രതാപൻ അവരുടെ മൂപ്പനെ ഏൽപ്പിക്കും. അത്രയുള്ളൂ. അല്ലംബികെ, അന്നേ ദിവസം അവിടെ വലിയ ആൾത്തിരക്കുണ്ടാവുമോ? ഉത്സവം തുടങ്ങുന്ന ദിവസമല്ലേ, ആദിവാസികളൊക്കെ കുറവായിരിക്കും. ഈ മന്നനൂർ വനമേഖലയല്ലേ അംബികെ? എങ്ങനെയാ നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരുന്നത്? നാരകപ്പാറ പള്ളിക്കാനൻ റൂട്ടില് ആനക്കുഴി കഴിഞ്ഞ ഈ മന്നന്നൂര്. അംബിക അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് അനന്തമ്പിള്ള, വെരി ഗുഡ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യം. ഇനി ഞാൻ എൻ്റെ പ്ലാൻ പറയാം. മോനെ ദീപക്ക്, നീ ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിനെന്താ, അങ്കിള് പറഞ്ഞോളൂ. വിവരദോഷിയായ ദീപക് ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുവാണ്. ആദിവാസികളുടെ ഫംഗ്ഷനിലെത്തുന്ന മന്ത്രി പ്രതാപവർമ്മയ്ക്ക് അവിടെ വെച്ച് ഒരു അപകടം ഉണ്ടാകുന്നു. അത് കേട്ട് അംബികയൊന്ന് ഞെട്ടി പതറിക്കിട്ട് ചോദിക്കുന്നു, ഈ അപകടം എന്ന് വെച്ചാൽ? അത് ഞാൻ പറയാം അംബികെ. ആ അപകടത്തോടുകൂടി വർമ്മ എന്നേക്കുമായി കിടപ്പിലാകും. അപ്പോൾ പ്രതാപവർമ്മയുടെ സ്ഥാനം വർമ്മയുടെ ചേച്ചിയായ അംബിക വർമ്മ ഏറ്റെടുക്കും. അനന്തമ്പിള്ള അങ്ങനെ പറഞ്ഞതും ദീപക്കിന്റെ മുഖം അങ്ങ് കറുത്തിരുണ്ട്. ദീപക് മനസ്സിൽ പറയുന്നുണ്ട്, അപ്പോഴെന്നെ മന്ത്രിയാക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ പറ്റിക്കുമായിരുന്നു. അനന്തമ്പിള്ള വീണ്ടും പറയുക. അങ്ങനെ അംബിക ഭരണം ഏറ്റെടുക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും അത് പാടില്ല, ബൈ ഇലക്ഷൻ വേണമെന്ന് പറയും. ഒരു വലിയ സമ്മർദ്ദം തന്നെ വരും അംബികെ. അങ്ങനെ അഭിപ്രായം ശക്തമാകുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രതാപവർമ്മയുടെ മണ്ഡലമായ സേതുപുരം മണ്ഡലത്തിൽ ദീപക് മത്സരിക്കുന്നു, പുല്ലുപോലെ ജയിക്കുന്നു. ഇതെങ്ങനെയുണ്ട് എന്നും പറഞ്ഞ് അനന്തമ്പിള്ളയുടെ ചിരിക്ക്. അപ്പോഴാണ് ദീപക്കിന്റെ മുഖത്ത് സന്തോഷം. അംബികയും മകനും മതിമറന്നങ്ങനെ ചിരിക്കുവാണ്. അംബിക ഉടനെ പറയുക, അനന്തമ്പിള്ളയുടെ ഐഡിയ ഉഗ്രൻ, പക്ഷെ ഒരു സംശയം, പ്രതാപന് എന്ത് അപകടമാണ് ഉണ്ടാകുന്നത്? അഹങ്കാരത്തിന്റെ ചിരിയോടെ അനന്തമ്പിള്ള ഫും എന്നൊരു സ്ഫോടനം അംബിക ഉണ്ടാകാൻ പോകുന്നത്. പെട്ടെന്നൊരു ഷോക്ക് പോലെ അംബിക, അയ്യോ അപ്പോഴവൻ മരിച്ചു പോവില്ലേ? അതൊന്നുമില്ല അംബികെ, വളരെ കാഠിന്യം കുറഞ്ഞ ഒരു എക്സ്പ്ലോഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദേഷ്യം കടിച്ചമർത്തി പല്ല് കടിച്ചുകൊണ്ട് അനന്തമ്പിള്ള അംബികയോട് പറയുക, അവൻ അങ്ങ് മരിക്കണ്ട, പുറത്ത് മദ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്, മോൻ്റെ ആവശ്യത്തിന് കുടിച്ചോ എന്നും പറഞ്ഞ് ദീപക്കിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അംബികയോട് എന്തൊക്കെയോ സംസാരിക്കുവാണ്. ദീപക്ക് പുറത്തോട്ട് വന്ന് ഇങ്ങനെ മദ്യം ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്തമ്പിള്ള അടുത്ത് വന്ന് പറയുക, എടാ കൊച്ചു കള്ള, ഒറ്റയ്ക്കിരുന്ന് കീച്ചുവാണോ? പോയി അടിച്ചോളൂ എന്ന അങ്കിൾ എനിക്ക് ഓർഡർ ഇട്ടതല്ലേ? അപ്പം തന്നെ ഞാൻ വന്ന് വീശാൻ തുടങ്ങി അങ്കിളെ. മോനെ എനിക്കൂടെ നീ ഒന്ന് ഒഴിക്കടാ. എന്നിട്ട് അനന്തമ്പിള്ള ദീപക്കിനോട് പറയുന്നു, അംബികയുടെ മുന്നിൽ വെച്ച് ചെറിയൊരു സ്ഫോടനമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പ്രതാപൻ ജീവനോടെ കിടന്നാൽ നിന്റെ മന്ത്രി സ്വപ്നം തകരും മോനെ. അതുകൊണ്ട് അവനെ കൊല്ലുന്നത് തന്നെയാ നല്ലത്. കംസനെ കൊന്നതാരാ? അമ്മാവനായ കംസനെ കൊന്നത് അനന്തരവനായ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ അമ്മാവൻ മരിക്കട്ടടാ. ആ സമയത്ത് അനന്തമ്പിള്ളയുടെ മകൾ അനന്തമ്പിള്ളയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. മോളെ എന്നും പറഞ്ഞ് അനന്തമ്പിള്ള അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ്.
പൂവങ്കോഴി ദീപക് അവിടെ നിന്നുകൊണ്ട് പറയുക, ഇയാളുടെ മകളെ എപ്പോഴാണ് ഞാനൊന്ന് കാണുന്നത്, കാണാൻ കൊതിയാകുന്നു. ഈ സമയമാണെങ്കിൽ രാജുവിൻ്റെ വീട്ടിൽ വേണുവേട്ടൻ ഐഷു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വിവരങ്ങളൊക്കെ ചോദിച്ച് ഐഷുവിനെ ഇങ്ങനെ സ്നേഹത്തോടെ കൊഞ്ചിക്കുവാണ്. ഋതിക ആൻറ്റി മോക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങിച്ച് തന്നില്ലേ, ഇനി എൻ്റെ മോള് ധൈര്യത്തെ കഴിച്ചോ, കുട്ടികൾ ഈ പ്രായത്തിൽ ഐസ്ക്രീമൊക്കെ കഴിക്കേണ്ടതാണ്. അപ്പോൾ രാധമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, അതെന്താ മുതിർന്നവർ കഴിച്ചാൽ പറ്റില്ലേ ഐസ്ക്രീം? എടി രാധമ്മ, അതിനെ 60% ആൾക്കാർക്കും ഷുഗറാ. കാലം ചെല്ലുന്തോറും ഈ രോഗമാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കൂടി വിഷമല്ലേടി രാധമ്മേ. ഈ സമയം പ്രിയ എന്തോ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് രാധമ്മ ചോദിക്കുന്നു, നിനക്കെന്താ മോളെ ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ലമ്മേ, അതൊന്നുമല്ല, എന്തോ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വേണുവേട്ടൻ പറയുക, അവൾക്ക് ടെൻഷൻ കാണുവടി. തുളസി കതിര് പോലെ വിശുദ്ധമായ ഒരു അമ്മായിയമ്മ, ആ അമ്മായിയമ്മ അല്ലേ രാധമ്മേ മറ്റൊരു ദേശത്തേക്ക് കടന്നു കളഞ്ഞത്? അതിൻ്റെ സങ്കടം കാണും എൻ്റെ പ്രിയമോൾക്ക്. പിന്നെ ഞാൻ എത്ര രൂപ കടക്കാരിയാണെന്നറിയാവോ അച്ഛാ? പ്രിയ അങ്ങനെ പറഞ്ഞത് കേട്ടതും വേണുവേട്ടന് രാധമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അതെന്താ, നീ വല്ലവരോടും കടം മേടിച്ച് അവർക്ക് കൊടുത്തോ? അയ്യോ അതൊന്നും അല്ലമ്മേ, ഈ ബാധയൊന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ ചെറിയ വഴിപാടുകളൊന്നും അല്ല അമ്പലങ്ങളിൽ നേർന്നിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ശത്രുസംഹാര പുഷ്പാഞ്ജലി, കരിക്കകത്താണെങ്കിൽ രക്തപുഷ്പാഞ്ജലി, ഗുരുവായൂരിൽ വെണ്ണ നൈവേദ്യവും കദളിക്കുലയും, കാടാമ്പുഴയിൽ പൂമൂടലും, അമ്പലപ്പുഴ കണ്ണന് പാൽപ്പായസവും. ഇതിനൊക്കെ എത്ര രൂപ വേണമെന്ന് അച്ഛൻ അറിയാവോ? വേണുവേട്ടൻ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ പൊന്നു മോളെ, നീ എത്ര വഴിപാട് കഴിച്ചാലും ആ കിഴവി പൂപറാങ്ക് പോലെ ഇങ്ങ് പറന്നു വരും. അപ്പോൾ ജയൻ ഇരട്ടത്തോടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. വേണുവേട്ടൻ നോക്കുന്നു, ഇവനെന്താ ആടിയാടി വരുന്നത്? ഇടി പ്രിയെ, നിന്റെ ഭർത്താവല്ലേ വരുന്നത്? അവനെന്തോ ഇരുട്ടിൽ കിടന്ന് തപ്പുന്നത്? കുടിച്ച് പൂസായിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. അത് കേട്ടിട്ട് രാധമ്മ, ഏയ് അവനിപ്പോൾ കുടിക്കത്തതൊന്നുമില്ല, അവൻ തങ്കപ്പനായ ഒരു പൊന്നപ്പന. ജയൻ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, എന്നെക്കുറിച്ചാണല്ലോ പരദൂഷണം. എൻ്റെ ജയ, നിന്നെക്കുറിച്ച് പരദൂഷണം പറയുന്നത് ഞാനോ പ്രിയോ ഒന്നും അല്ല, വേണ്ട നിന്റെ അമ്മായിയപ്പന. ഇങ്ങേർക്കല്ലെങ്കിലും പണ്ടേ എന്നോട് കലിപ്പാണല്ലോ. പാവയ്ക്കായും പാലും മാത്രം കഴിക്കുന്ന ഒരു അമ്മായിയപ്പനെ കിട്ടിയത് എൻ്റെ കഷ്ടകാലമാണ്. 2 എണ്ണം വീശുന്ന വീരശൂര പരാക്രമികളായി എത്ര അമ്മായിയപ്പന്മാർ ഈ നാട്ടിലുണ്ട്. എടാ ജയ, വീശി നടന്ന് കാശ് കളയാനുള്ള കാശ് എൻ്റെ കയ്യിൽ ഇല്ലടാവേ. അപ്പോൾ രാജു ഋതിക അങ്ങോട്ട് വരുന്നു. ജയൻ പെട്ടെന്ന് പറയാ, ഞാൻ എൻ്റെ അളിയനെ കാത്തു നിൽക്കുമായിരുന്നു. എന്താ അളിയ എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ, എൻ്റെ അളിയ, നമ്മൾ തമ്മിലൊരു വാക്കുണ്ടേ, അത് മറന്നുപോയോ? ഓ, അളിയൻ മറന്നുപോയില്ലേ? എന്നിട്ട് ജയൻ രാജുവിൻ്റെ ചെവിയിൽ പറയാ, ഋതുമോളുടെ അമ്മയുടെ വീട്ടിൽ വെച്ച് അളിയൻ എനിക്ക് തന്ന ആ വാക്ക്, എൻ്റെ ജോലിക്കാര്യം. രാജു ഉടനെ, ഓ മനസ്സിലായി. ഇപ്പൊ എന്തു പറ്റി അളിയ? അതളിയ, അംബിക എനിക്ക് വീണ്ടും ലീവ് തന്നിരിക്കുക. ജോലി ചെയ്യാതെ എനിക്ക് സാലറി വേണ്ടളിയ. അളിയൻ അതുകൊണ്ട് എനിക്ക് വേറൊരു ജോലി ഒപ്പിച്ചതാ. രാജു ജയനോട് ചോദിക്കുന്ന, ശമ്പള കുടിശ്ശിക വല്ലതും കിട്ടാനുണ്ടോ? അതൊന്നുമില്ല, പക്ഷേ ഇത് കൊലച്ചോറാളിയ. ആനച്ചോറ് കൊലച്ചോറ് എന്നൊക്കെ പറയുന്ന പോലെ അംബികയുടെ PA എന്ന പദവി അപകടം പിടിച്ചതാ. അതിനെന്താ അളിയ, അളിയൻ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് വഴിയുണ്ടാക്കാം എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ ഋതിക പറയാം, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാവേ എന്നും പറഞ്ഞ് ഋതിക മുറിയിലോട്ട് പോവുകയാണ്. രാജുവിന് ആകെ കൺഫ്യൂഷനായി. അംബിക എന്തിനായിരിക്കും അളിയനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്? എന്തോ തരികിടയുണ്ടല്ലോ എന്ന് വേണുവേട്ടന് മനസ്സിലാകുന്നുണ്ട്. വേണുവേട്ടൻ രാജുവിനെ ഇങ്ങനെ നോക്കുവാണ്. ഈ സമയം ദീപക് അവൻ്റെ റൂമിൽ ചെന്ന് അവൻ്റെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അംബിക അങ്ങോട്ട് വന്ന് അത് കണ്ടിട്ട് ചോദിക്കും, എടാ നീ എവിടേക്കെങ്ങനെ യാത്ര പോവുകയാണോ? ഒന്നും മിണ്ടാകുന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുവാണ് ദീപക്. എടാ നിന്നോടല്ലേ ചോദിച്ചത് എവിടോട്ടെങ്ങനെ യാത്ര പോവുകയാണോ എന്ന്? അമ്മ, എനിക്ക് ചെറിയൊരു പ്രോഗ്രാമുണ്ട്. എടാ അത് എവിടേക്കാണെന്ന് പറഞ്ഞിട്ട് പോടാ. അത് ഞങ്ങൾ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരുടെ ചേർന്ന് കൊടൈക്കനാൽ ട്രിപ്പ് പോവുക. ദീപക് അങ്ങനെ പറഞ്ഞെങ്കിലും അംബികയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. അംബിക ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ രാത്രിയിൽ അനന്തംപിള്ളയും ഒരു താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു വല്യപ്പനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അനന്തംപിള്ള പറയാം, ഛേ ഇവരെന്താ ഇത്രയും താമസിക്കുന്നത്? ഒരു പഞ്ച്വാലിറ്റിയില്ല. ഇത്ര നേരം കൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു. കൂടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, വരുവന്നേ ടെൻഷൻ അടിക്കാതെ. അപ്പോഴൊരു കാറിൽ ദീപക് അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നുണ്ട്. നീ എന്താ മോനെ ഇത്ര താമസിച്ചത് എന്ന് അനന്തംപിള്ള ചോദിക്കുമ്പോൾ, സോറി അങ്കിളെ, ഇന്ന് ശനിയാഴ്ചയല്ലേ, ടൗണിൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അനന്തംപിള്ള കൂടെ നിൽക്കുന്ന ആ താടിക്കാരനെ പരിചയപ്പെടുത്തി, ഇത് ബൽരാജ്, ഈ ബോംബുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിജീവിയാണ്. ഹലോ എന്നും പറഞ്ഞ അയാൾ ദീപക്കിനെ പരിചയപ്പെടുന്നുണ്ട്. നിങ്ങളാണല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ദീപക്കിനോട് ചോദിക്കുവാണ് അയാൾ. അതേ എന്ന് ദീപക് പറയുമ്പോൾ, 1 മിനിറ്റിൽ പൊട്ടുന്ന ടൈം ബോംബിനെ കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ദീപക്കിനോട് അനന്തംപിള്ള പറയാം, ഇനി ഇതുപോലൊരു ചാൻസ് ഉണ്ടാവില്ല, ഇത് സക്സസ് ആകണം. സക്സസ് ആകുമെങ്കിലേ അങ്കിള് ധൈര്യമായിട്ടിരുന്നു.
ട്രെയിനിങ് ഞാൻ തരാം, പ്രാക്ടിക്കലാക്കി എനിക്ക് ബോധ്യപ്പെടുത്തണം. എന്നാൽ ഓക്കെ വരുമെന്നും പറഞ്ഞ് അയാൾ ദീപക്കിനെയും അനന്തംപിള്ളയെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. രാവിലെ രാജുവിൻ്റെ വീട്ടിൽ ഋതിക ഇങ്ങനെ ഒരുങ്ങി ഓഫീസിൽ പോകാൻ വരുവാണ്. രാജുവിനോട് ചോദിക്കുന്ന വരുന്നില്ലേ? ഇല്ല, ഋതു ഓഫീസിൽ പോയിക്കോ, എനിക്കിന്ന് ഇച്ചിരി കുറച്ച് വേലയുണ്ട്. അതെന്ത് പരിപാടിയാണ് രാജു, നമ്മൾ ഒരുമിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നത്? ഇന്ന് എനിക്ക് പുറകെ വരാനേ പറ്റൂ, വേറെ ചില കാര്യങ്ങളുണ്ട്. എന്ത് കാര്യമോ രാജു? അതൊക്കെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആവശ്യമുണ്ടോ ഋതുവിന്? എന്നെ വിശ്വാസമല്ലേ ഋതുവിന്? വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഋതിക പറയുക, എനിക്ക് എൻ്റെ രാജുവിനെ വിശ്വാസമാണ്. അത് കേട്ട് രാജു ചുറ്റുപാടും നോക്കിയിട്ട് ഋതികയുടെ നെറുകയിലൊരു മുത്തം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഋതിക അവിടെ നിന്ന് ഓഫീസിൽ പോവുകയാണ്. രാജു ഉടനെ മണിക്കുട്ടനെ വിളിക്കുവാണ്. മണിക്കുട്ട, നീ എവിടെയാ? ഞാനിവിടെ ടൗണിലുണ്ട്. അതൊരു മണിക്കുട്ട, 2 ദിവസമായിട്ട് അനന്തംപിള്ളയുടെ പ്രോഗ്രാംസ് ഒന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, അനന്തംപിള്ളയും അംബികയും ദീപക്കും ചേർന്ന് നടത്തുന്ന പരിപാടികളൊന്നും ഇതുവരെ ആർക്കും പിടികിട്ടിട്ടില്ല. ഇനി എങ്ങനെ രാജു അതൊക്കെ കണ്ടുപിടിക്കും, എങ്ങനെ പ്രതാപനെ രക്ഷിക്കും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.